സ്നേഹിക്കയില്ല ഞാൻ, നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കയില്ല ഞാൻ. മലയാളികളുടെ പ്രിയപ്പെട്ട കവി, കവിതകളിലൂടെയും നാടക ഗാനങ്ങളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും മലയാളി മനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ച നമ്മുടെ വയലാർ രാമവർമ്മ. നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മാധ്യമപ്രവർത്തകരെയും മറ്റ് സുഹൃത്തുക്കളെയും വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. 49ാമത് വയലാർ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് പ്രഖ്യാപന പത്രസമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പങ്കെടുക്കുന്നവർ ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളായ മലയാളത്തിലെ ചെറുകഥാകൃത്തും സാമൂഹ്യ ശാസ്ത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ്, നോവലിസ്റ്റ്, വിവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനും ദക്ഷിണ റെയിൽവേ ചീഫ് കൺട്രോളറുമായിരുന്ന TD രാമകൃഷ്ണൻ, മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തും മികച്ച കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീമതി പ്രിയ AS. കൂടാതെ പങ്കെടുക്കുന്നവർ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ, ട്രസ്റ്റ് അംഗങ്ങളായ ശ്രീമതി ശാരദാ മുരളീധരൻ IAS, ശ്രീ ഗൗരിദാസൻ നായർ, ശ്രീ പ്രഭാവർമ്മ, ഡോക്ടർ V രാമൻകുട്ടി, ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ B സതീശൻ. 49ാമത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് അവാർഡിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ B സതീശൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മാധ്യമപ്രവർത്തകരെയും അതുപോലെ വയലാർ ട്രസ്റ്റിൻ്റെ ആരംഭകാലം മുതൽ നാളിതുവരെയുള്ള കാലങ്ങളിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്ത് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള എല്ലാവരെയും ഈ വാർത്താ സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ 49ാമത് വയലാർ സാഹിത്യ അവാർഡാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. വയലാർ അവാർഡ് മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും അറിയാം. മറ്റെല്ലാ അവാർഡിൽ നിന്നും വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. വയലാർ അവാർഡിന് അർഹമായ ഒരു കൃതി തിരഞ്ഞെടുക്കാൻ വേണ്ടി 1977 മുതൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ ഇന്നുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വയലാർ അവാർഡ് വർഷത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള 5 വർഷത്തിനുള്ളിൽ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു കൃതിക്കാണ് വയലാർ അവാർഡ് അർഹമാകുന്നത്. അത് ഏത് ശാഖയിലുമാകാം. കവിത, നോവൽ, കഥ, ആത്മകഥ, ജീവചരിത്രം, കലാമൂല്യമുള്ളവ ആയിരിക്കണമെന്ന് മാത്രം. അത് തന്നെ 3 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ആദ്യഘട്ടം നിലവിലുള്ള നിയമാവലി അനുസരിച്ചാണെങ്കിൽ 200 പേർക്ക് അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് 3 പുസ്തകങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി അഭിപ്രായം ആരാഞ്ഞാൽ മതി. പക്ഷേ കഴിഞ്ഞ 4-5 വർഷമായി 1000-ലധികം ആൾക്കാർ, അതിനകത്ത് വായനക്കാർ വരും, അധ്യാപകർ വരും, ഗവേഷകർ വരും, സാഹിത്യകാർ വരും, അങ്ങനെ 1000-ലധികം പേര്. ഇപ്രാവശ്യം 1348 പേർക്ക് ആദ്യ റൗണ്ടിൽ പുസ്തകങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി കത്തയച്ചിരുന്നു, പ്രത്യേക ഫോറം അയച്ചിരുന്നു. അതിൽ നിന്നും 319 പേരാണ് പ്രത്യേകമായ അഭിപ്രായം പുസ്തകം നിർദ്ദേശിച്ചത്. ആ 319 പേരിൽ നിന്നും നിർദ്ദേശിച്ചതിൽ 20 പേരുടെ ഫോം റിജക്റ്റ് ചെയ്യപ്പെട്ടു. സാങ്കേതികമായ കാരണങ്ങളാൽ ഒപ്പും ഒന്നും പേരൊന്നുമില്ലാത്ത ഫോറമായതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കി. ബാക്കിയുള്ളവയിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടി 5 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു. ആ 5 പുസ്തകങ്ങളാണ് ഓരോ വർഷവും മാറി വരുന്ന 20 പേര്. അത് കേരളത്തിലെ
ആ 20 പേരിൽ ഒരാളെപ്പോലും അത് പുസ്തകം വിലയിരുത്താൻ യോഗ്യനല്ല എന്ന് പറയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. ഈ 5 പുസ്തകവും വാങ്ങി ഈ 20 പേർക്കും അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്ത് ആ 20 പേരിൽ നിന്നും 5 പുസ്തകത്തിൻ്റെയും വിശദമായ നിരൂപണ രേഖയടക്കം എഴുതി വാങ്ങിയിട്ട് അവർ 1ാം റാങ്ക് നൽകുന്ന പുസ്തകത്തിന് 11 പോയിൻറ്റും 2ാം റാങ്ക് വയ്ക്കുന്ന പുസ്തകത്തിന് 7 പോയിൻറ്റും 3ാം റാങ്ക് കൊടുക്കുന്ന പുസ്തകത്തിന് 3 പോയിൻറ്റും ഇങ്ങനെ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3 പുസ്തകങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ 3 പുസ്തകങ്ങളാണ് 3 പേരടങ്ങുന്ന ജഡ്ജിങ് കമ്മിറ്റിക്ക് പോകുന്നത്. 3 ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങൾ എന്നാണോ ജഡ്ജിങ് കമ്മിറ്റി കൂടുന്നത് അന്ന് രാവിലെ മാത്രമേ അവർ പരസ്പരം കാണുകയുള്ളൂ, അറിയുകയുള്ളൂ. ഇതുവരെ പാലിച്ചു വന്നത് അങ്ങനെയാണ്. 20 പേരിലും 5 പുസ്തകങ്ങളെക്കുറിച്ച് ഇതുവരെ ചോർന്നു പോയതായിട്ട് നമുക്കറിവില്ല. പക്ഷേ പരമരഹസ്യമായി വളരെ നിഷ്പക്ഷവും സ്വതന്ത്രവുമായി പുസ്തകത്തിൻ്റെ മൂല്യം മാത്രം വിലയിരുത്തി പരിഗണിക്കണമെന്നാണ് നമ്മൾ അവരോട് നിർദ്ദേശിക്കാറ്. അങ്ങനെ വന്ന 3 പുസ്തകത്തിൽ നിന്നാണ് ഈ 3 പേരടങ്ങുന്ന ജഡ്ജിങ് കമ്മിറ്റി ഇന്ന് രാവിലെ 10 മണിക്ക് ഇവിടെ ചേർന്ന് പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് 3 പുസ്തകത്തിൽ നിന്നും ഒരു പുസ്തകം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പുസ്തകം പ്രസിഡൻറ്റ് പ്രഖ്യാപിക്കും. ആ പുസ്തകത്തെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ ബഹുമാനപ്പെട്ട ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ നിങ്ങൾ മുമ്പാകെ വയ്ക്കും. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാ വർഷവും മദ്രാസിലെ ആശാൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മലയാളം ഐച്ഛിക വിഷയമായെടുത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന 10ാം ക്ലാസ് CBSE 10ാം ക്ലാസ് പാസ്സാകുന്ന വിദ്യാർത്ഥിക്ക് വർഷം തോറും 5000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. അതിൽ ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിച്ച് 100ൽ 93 മാർക്ക് നേടിയ മാസ്റ്റർ ധരൻ വി അജയാണ് സ്കോളർഷിപ്പിന് അർഹമായിട്ടുള്ളത്. 49ാമത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിനായി ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ പെരുമ്പടവം ശ്രീധരൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഈ സന്തോഷ് കുമാർ എഴുതിയ തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകമാണ് ഇത്തവണ ഈ അവാർഡ് നമ്മൾ തിരഞ്ഞെടുത്തത്. ാമത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ച ടി സന്തോഷ് കുമാർ എഴുതിയ തപോമിയുടെ അച്ഛൻ പുസ്തകത്തെ പറ്റി സംസാരിക്കുന്നതിന് ജഡ്ജിങ് കമ്മിറ്റി അംഗമായ ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് അവരുടെ സ്വാഗതം ചെയ്യും. വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞങ്ങൾ 3 പേർ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തിട്ടുള്ള ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന പുസ്തകം വയലാർ അവാർഡിന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു അസാധാരണ ഗ്രന്ഥമാണിത്. ഇത് ചിഹ്നശാസ്ത്രം, പദപൂരണം, പദനിർദ്ധാരണം തുടങ്ങിയിരിക്കുന്ന മറ്റൊരു ശാഖയെ നിഗൂഢ ഭാഷ, കോഡ് ഭാഷ തുടങ്ങിയിരിക്കുന്ന ടൂൾസ്, ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിനെ ഖനനം ചെയ്തെടുക്കുന്ന ഒരു നോവലാണിത്. അതും അഭയാർത്ഥി പ്രശ്നം, പലായന പ്രശ്നം എന്നിവ കൈകാര്യം ചെയ്തിരിക്കുന്നു. വടക്കു കിഴക്കൻ ഇന്ത്യയിലാണ് ഈ ഭൂപ്രദേശമെങ്കിലും ഇതൊരു പാൻ ഇന്ത്യൻ നോവലാണ്. ഇതിൽ പറയുന്ന പ്രശ്നങ്ങൾ ആഗോളാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളുമാണ്. അതിമനോഹരമായ ഒരു ആഖ്യാന പാഠവം ഈ പുസ്തകത്തെ വേർപിരിഞ്ഞു നിർത്തുന്നു. അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു വാക്കുപോലും ഒരു ചിഹ്നം പോലും വെട്ടിമാറ്റാനാവാത്ത തരത്തിലുള്ള ഒരു നോവലായിട്ടാണ് ഞങ്ങൾ വിധി എഴുതിയിട്ടുള്ളത്. ഈ സന്തോഷ് കുമാറിൻ്റെ നേരത്തെ എഴുതിയിട്ടുള്ള കൃതികളും പല തലങ്ങളിൽ പ്രശസ്തമാണ്. അന്ധകാരനഴി എന്ന നോവൽ, ജ്ഞാനഭാരം എന്ന് പറയുന്ന നോവൽ 3ാമത്തെ നോവലാണിത്. ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു പ്രശ്നത്തെ വ്യക്തികളുടെ മനസ്സിൽ നിന്ന് കുഴിച്ചെടുത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൽ പല കഥാപാത്രങ്ങളുണ്ട്. തപോമയി എന്ന് പറയുന്ന ക്ഷേമപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളിൻ്റെ അച്ഛനാണ്. അച്ഛൻ ഒരു നിഗൂഢ സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന, മൗനം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല.
ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഇത് ലോകത്തെങ്ങും പ്രധാനമുള്ള പ്രസക്തമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഇതിൻ്റെ ആഖ്യാന പാഠകം. എങ്ങനെയാണ് ഈ നോവൽ എഴുതിയത് എന്ന് പറയാൻ സാധ്യമല്ല, വായിച്ചറിയാൻ തന്നെ സാധിക്കുകയുള്ളൂ. ഭാഷ വളരെ ഇതിഹാസ സമാനമായ തലങ്ങളിലേക്ക് വിഷയം കൊണ്ടും ആഖ്യാനം കൊണ്ടും ഇത് മുന്നോട്ട് പോകുന്നു. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് ഇത്രയും പറയട്ടെ. ടി.ഡി. രാമകൃഷ്ണൻ 2 വാക്ക് പറയുന്നു. മലയാള സാഹിത്യത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു നോവലാണ് തപോമയുടെ അച്ഛൻ എന്ന ഈ സന്തോഷ് കുമാറിൻ്റെ കൃതി. ഭാഷയുടെ വളരെ സൂക്ഷ്മമായ പ്രയോഗം, അഭയാർത്ഥി പ്രശ്നമെന്ന എക്കാലത്തും ലോകമെമ്പാടുമുള്ള ഒരു വലിയ പ്രശ്നത്തെ അതിസൂക്ഷ്മമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കൃതിയാണ്. ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ ഇതിൽ ഒരു വാക്ക് പോലും നമുക്ക് അധികമായിട്ടോ കുറവായിട്ടോ തോന്നില്ല. ഒരു വാക്കിന് പോലും മറ്റൊരു വാക്ക് പകരം വയ്ക്കാൻ കഴിയില്ല. ഇത്രയും ശില്പഭദ്രമായ ഒരു നോവൽ, മലയാള നോവൽ ആഗോളതലത്തിൽ തന്നെ വേറെ ഏതൊരു ഭാഷയിലെ നോവലിൻ്റെയും ഒപ്പം എത്താമെന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് തോന്നുന്നത്. സന്തോഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിനും എല്ലാവിധ ആശംസകളും നേരാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ ഒരു ജഡ്ജിങ് കമ്മിറ്റിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതും വലിയ സന്തോഷമുണ്ട്. അത്രയ്ക്കും മികച്ച ഒരു രചനയാണ്. അതിലുപരി ഇതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം, ഇന്ന് ഈ പുസ്തകം തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഉള്ള ഈ മീറ്റിങ്ങിൽ ഞങ്ങൾ 3 പേർക്കും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല മറ്റൊരു പുസ്തകത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഈ സ്ഥാനത്തേക്ക്. അത്രയ്ക്ക് യുനാനിമസ് ആയിട്ട് ഞങ്ങളുടെ പലരുടെയും അഭിപ്രായങ്ങളും ഒരേപോലെ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ ഹാഫിസ് മുഹമ്മദ് പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. അത്ര മനോഹരമായ മികച്ച ഒരു കൃതിയാണ് 49ാമത്തെ വയലാർ അവാർഡിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. ഇനി ബാക്കി പ്രിയ പറയും. ഈ അവാർഡ് കമ്മിറ്റിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിനേക്കാൾ സന്തോഷം ഞങ്ങളുടെ അഭിപ്രായം നേരത്തെ 2 പേരും പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഒരേപോലെ തന്നെ വന്നു, ഒരേപോലെ തന്നെ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും വന്നു എന്നുള്ളതാണ്. പിന്നെ അതിനേക്കാൾ ഏറെ സന്തോഷം ഒരു ചേർത്തലക്കാരിയായ എനിക്ക് വയലാറിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കമ്മിറ്റിയുടെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നിസ്സീമമായ ഒരു സന്തോഷമായി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ നോവൽ, അതിനെക്കുറിച്ച് ഞാൻ എഴുതിയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം. വളരെ കുറച്ച് കഥാപാത്രങ്ങളെ തപോമയുടെ അച്ഛനിലുള്ളൂ. ആഖ്യാതാവിനെ കഥാപാത്രങ്ങൾക്കിടയിലൂടെ മേയാൻ വിട്ട് അയാളുടെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ ഒന്നും മിണ്ടാതെ കഥയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോവുക എന്നത് നിസ്സാരമായ കാര്യമല്ല. അവിടെ തുടങ്ങുന്നു തപോമയുടെ അച്ഛനിലെ വ്യത്യസ്തതയും മിടുക്കും. അഭയാർത്ഥികളുടെ ഒരു സമാഹാരമാണ് ഈ നോവൽ. ഗൂഢലിപികളുടെ ഒരു സമാഹാരവുമാണ്. മരണത്തെക്കുറിച്ചും കൂടിയാണ് ഈ നോവൽ. അശാന്തമായ ഒരു മഴപ്പെയ്ത്തും കൂടിയാണ്. നിഴലുകളാണ് ഈ നോവലിൽ എന്നും പറയാം. പക്ഷേ എവിടെയോ വച്ച് അഭയാർത്ഥികളെയും ഗൂഢലിപികളെയും ഭാഷയെയും മഴയെയും നിഴലിനെയും മരണത്തെയും ഇരുട്ടിനെയും വിട്ട് നോവൽ ലോകത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. എവിടെയോ വച്ചത് സ്നേഹത്തിൻ്റെ അഭയാർത്ഥികളുടെ കഥയായി മാറുന്നു. എല്ലാ മനുഷ്യരിലുമുള്ള താല്പര്യമായി മാറുന്നു. തൻ്റെ അച്ഛനെ അല്ലായിരുന്നു താൻ അച്ഛനെന്ന് വിളിച്ചത് എന്ന് ഒരിക്കലും അറിയാനിടയില്ലാത്ത, അറിഞ്ഞാൽ ഒരുപക്ഷെ ആ അച്ഛനെ കൂടുതൽ സ്നേഹിക്കുമായിരുന്ന തപോമയി എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ നോവൽ തീരുന്നു. ജീവിതത്തിൻ്റെ അനന്ത സാധ്യതകളുടെ അമ്പരപ്പ് ബാക്കിയാവുന്നു. വീടോ ആൽമരമോ അഭയാർത്ഥി എന്ന ചോദ്യം കടന്ന് മഹാസങ്കടത്തിൻ്റെ കടലിരമ്പമായി തപോമയുടെ അച്ഛൻ പടരുന്നു. എവിടെയാണ് സ്നേഹത്തിൻ്റെ അഭയാർത്ഥികളില്ലാത്തത് എന്ന് ചോദിച്ച് ഒ.വി. വിജയൻ്റെ ഗുരുസാഗരം പോലെ അതിർത്തികൾക്ക് അതീതമാവുന്നു. അതിർത്തികൾക്ക് അതീതമാവുന്ന ഇടത്ത് വെച്ച് ഈ നോവൽ ലോകത്തിൻ്റെ മുഴുവനുമാകുന്നു. ഇതിൽ കൂടുതൽ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനില്ല എനിക്ക്. കാരണം
ഏതായാലും വളരെ വേറിട്ട ഒരു പുസ്തകമായിട്ട്, കാലങ്ങളെയും അതിജീവിച്ച് നിലനിൽക്കുന്ന ഒരു പുസ്തകമായിട്ട് ഞങ്ങൾ 3 പേരെയും ഇതിനെ വിലയിരുത്തുന്നു. ഈ സന്തോഷിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒപ്പം പരിശോധന നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഈ 319 ആളുകൾ അയച്ചിട്ടുള്ള കുറിപ്പുകൾ, മാർഗനിർദ്ദേശ കുറിപ്പ്, പിന്നെ അതിൽ നിന്ന് 20 പേര് തിരഞ്ഞെടുത്തിട്ടുള്ളത്, അവരുടെ ആ പുസ്തകത്തെക്കുറിച്ച് എഴുതിയത്, അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്കോറിങ് 5 പുസ്തകങ്ങളിൽ നിന്ന് പിന്നീട് 3 പുസ്തകമാക്കി മാറ്റി അതിനുള്ള സ്കോറിങ് കൊടുത്തിട്ടുള്ളത് ഒക്കെ തന്നെ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. എഴുത്തുകാർ കൂടിയായിരിക്കുന്ന ഞങ്ങൾക്ക് ഈ അവാർഡിനോടുള്ള ബഹുമാനം ഇതേറെക്കുറെ കളങ്കരഹിതമായി ഇത്രയും കാലം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോ ഘട്ടത്തിലും അതിൻ്റെ ശുദ്ധി കാണിക്കുവാനുള്ള രേഖകളുണ്ട് താനും. വയലാർ അവാർഡിൽ ഞങ്ങളും ബഹുമാനിക്കുന്നു. പക്ഷേ ഈ പുസ്തകം വയലാർ അവാർഡിന് ഒരു അവാർഡായി മാറിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. വയലാർ അവാർഡ് മലയാളത്തിലെ ഒരു നോബൽ സമ്മാനം പോലെ കണക്കാക്കപ്പെടുന്ന അംഗീകാരമാണ്. അതിന് ഈ തപോമയ്യയുടെ അച്ഛൻ എന്നുള്ള നോവൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രോസസ്സെല്ലാം നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളിന്ന് ഇവിടെ കൂടിയിരുന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുക മാത്രമല്ല, ഈ പുസ്തകത്തിൻ്റെ എല്ലാത്തരം സാധ്യതകളെപ്പറ്റിയും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് എല്ലാവരും യുനാനിമസ് ആയിട്ട് ഇത്തരം ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയത്. ആവശ്യം മുമ്പ് സൂചിപ്പിച്ച പോലെ കൂടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളൊന്നും അത്ര ചില്ലറക്കാരുടെ ഇല്ല. അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്നതും വലിയ വെല്ലുവിളി പോലെയുള്ള കാര്യങ്ങളാണ്. മികച്ച കൃതികളാണെന്ന് മലയാള നോവൽ സാഹിത്യം ഒരു ലോക നിലവാരത്തിലേക്ക് എത്തുന്നതിൻ്റെയും ഒക്കെ സൂചനകളായിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു അവസാനത്തെ പട്ടികയിലെല്ലാം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും മികച്ച ഒരു തരത്തിലും ഒരു കുറവും തോന്നാത്ത ഒരു കൃതിയെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. അതിൽ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും എല്ലാവർക്കും വലിയ സന്തോഷം. അവാർഡ് സമർപ്പണ ചടങ്ങ് നടക്കും. നിശാഗന്ധിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വർഷം ഒരു പ്രത്യേകത കൊണ്ട് നിങ്ങൾക്കറിയാലോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ വിപുലമായ ഒരു ഉദ്ഘാടന ചടങ്ങായിരിക്കും. വയലാർ വർഷത്തിൻ്റെ ഉദ്ഘാടനവും പ്രൊഫസർ എം കെ സാനുവിൻ്റെ അനുസ്മരണവും വയലാർ അവാർഡ് സമർപ്പണവും എല്ലാമായിട്ട് ഒരു വളരെ വിപുലമായിട്ടുള്ള ഉദ്ഘാടന സമ്മേളനമായിരിക്കും ഒക്ടോബർ 27-ാം തീയതി നിശാഗന്ധിയിൽ. എല്ലാവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് വളരെയധികം സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അമ്മയുടെ ജന്മദിനമായ ഒക്ടോബർ 27-ാം തീയതി വൈകിട്ട് കൃത്യം 5:30 തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന അവാർഡ് ദാന സമർപ്പണ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഈ പത്രസമ്മേളനത്തിലേക്ക് ഇവിടെ എത്തിയ എല്ലാവർക്കും വയലാർ രാമവർമ്മ ട്രസ്റ്റിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് പത്രസമ്മേളനം അവസാനിച്ചതായി പറയുന്നു.